അതിവേഗ വാർത്തകൾ ആരംഭിക്കുന്നു. ഹയർ സെക്കൻഡറി വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ അക്ഷരത്തെറ്റുണ്ടായ സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി വിദ്യാഭ്യാസ മന്ത്രി. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ 5.5 മാസം പ്രായമുള്ള കുട്ടി മരിച്ചു. പാൽ തൊണ്ടയിൽ കുരുങ്ങിയാണ് മരണമെന്നാണ് പോലീസ് റിപ്പോർട്ട്. 1 മാസത്തിനിടെ 2ാമത്തെ കുട്ടിയാണ് ശിശുക്ഷേമ സമിതിയിൽ മരിക്കുന്നത്. മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ വിധിച്ചു. 1-ാം പ്രതി ഷൈബിൻ അഷ്റഫിന് 13 വർഷം തടവ്, 2ാം പ്രതി ഷിഹാബുദ്ദീൻ 6 വർഷവും 6ാം പ്രതി നിഷാദിന് 5 വർഷവും 9 മാസവും തടവ് വിധിച്ചു. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. കോഴിക്കോട് ഷഹബാസ് കൊലപാതകത്തിൽ മുഖ്യമന്ത്രിയെ കാണാനൊരുങ്ങി വീട്ടുകാർ. മോനെ നഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും അതിനുവേണ്ടി മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുമെന്നും അന്വേഷണം മുന്നോട്ടു പോകുമെന്ന് ഉറപ്പുവേണമെന്നും വീട്ടുകാർ. കോഴിക്കോട് താമരശ്ശേരി ഷിബില വധക്കേസിൽ ഗ്രേഡ് SIക്ക് സസ്പെൻഷൻ. യാസിറിനെതിരെ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്നും അനാസ്ഥ കാണിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും പോലീസ് കാണിച്ച നിഷ്ക്രിയത്വത്തിനെതിരെ സ്വമേധയാ കേസെടുത്തു. 15 ദിവസത്തിനകം വിഷയത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ ഉത്തരവിട്ടു. എറണാകുളം കുറുപ്പംപടിയിൽ പെൺകുട്ടികളെ അമ്മയുടെ സുഹൃത്ത് പീഡിപ്പിച്ച കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. അമ്മയും സുഹൃത്തും ചേർന്ന് കുട്ടികൾക്ക് നിർബന്ധിച്ചു മദ്യം നൽകിയതായി കുട്ടികളുടെ മൊഴി. പീഡന വിവരം മറച്ചുവെച്ചതിന് അമ്മയ്ക്കെതിരെ ചുമത്തിയ കേസിനൊപ്പം കുട്ടികൾക്ക് നിർബന്ധിച്ചു മദ്യം നൽകിയതിനും പോലീസ് കേസെടുത്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം കടുപ്പിക്കാൻ ആശാപ്രവർത്തകർ 24-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ടോപവാസം നടത്തും. ആശാപ്രവർത്തകർ നടത്തുന്ന നിരാഹാര സമരം 3-ാം ദിവസത്തിലേക്ക്. സമരം നടത്തുന്നവരിൽ ഒരു ആശാപ്രവർത്തകയുടെ ആരോഗ്യനില കഴിഞ്ഞ ദിവസം വഷളായതിനെ തുടർന്ന് മറ്റൊരു ആശാ സമരം ഏറ്റെടുത്തിരുന്നു. തുടർച്ചയായി 3-ാം ദിവസവും നിരാഹാരം തുടരുന്നവരുടെ ആരോഗ്യനിലയിൽ ആശങ്ക. ആശമാരുടെ സമരമല്ല, മറിച്ച് ജീവിതമാണ് കരകയറേണ്ടതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആശാ വർക്കർമാരുടെ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആശമാരെ കണ്ടത് ആത്മാർത്ഥതയോടെയാണെന്നും അത് അവസാനം വരെ ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, സമരം ചെയ്യുന്ന അംഗനവാടി ജീവനക്കാർ ഉന്നയിക്കുന്ന വേതന വർധനവ് ഉൾപ്പെടെയുള്ളവ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ധർണ നടത്താൻ ഒരുങ്ങി കോൺഗ്രസ്. മാർച്ച് 26-ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്ത് ഓഫീസുകളിലും ധർണ നടത്തും. എറണാകുളം AR ക്യാമ്പിൽ വെടിയുണ്ട ചട്ടിയിലിട്ട് വറുത്ത സംഭവത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ട്. AR ക്യാമ്പ് കമാൻഡറാണ് അന്വേഷണം നടത്തി സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഉദ്യോഗസ്ഥന് അബദ്ധം പറ്റിയതാണെങ്കിലും ഇത് ഗുരുതരമായ വീഴ്ചയാണെന്നാണ് റിപ്പോർട്ട്. മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ ഉത്സവത്തിനിടെ വെടിവെപ്പിൽ യുവാവിന് ഗുരുതര പരിക്ക്. ചെമ്പ്രശ്ശേരി സ്വദേശി ലുക്മാനാണ് പരിക്കേറ്റത്. കഴുത്തിന് വെടിയേറ്റതാണ് വിവരം. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോടശ്ശേരി സ്വദേശികളാണ് വെടിയുതിർത്തതെന്നാണ് പോലീസ് നിഗമനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇടുക്കി തൊടുപുഴയിൽ നിന്ന് കാണാതായ ബിജു ജോസഫിന്റെ മൃതദേഹം പുറത്തെടുത്തു. കലയന്താനിയിലെ ഗോഡൌണിൽ നിന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. കലയന്താനി ഗോഡൌണിൽ മാൻഹോളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ബിജുവിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി ലിഷോയ് പിടിയിൽ. കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ലിഷോയെ പിടികൂടിയത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ. കൊലപാതകം റീൽസ് എടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നെന്ന മൊഴി. ഇതോടെ കസ്റ്റഡിയിലെടുത്തവരുടെ എണ്ണം 4ആയി. കൊച്ചി SRM റോഡിൽ യുവാവിനെ ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കാർ കണ്ടെത്തി. ഇടപ്പള്ളിയിൽ നിന്നാണ് കാർ കണ്ടെത്തിയത്. മദ്യപ സംഘത്തിന്റെ വിളയാട്ടം ചോദ്യം ചെയ്തതിനായിരുന്നു കാർ ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പന്തളം MC റോഡിൽ പോലീസ് സ്റ്റേഷന് സമീപം KSRTC ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതി മരിച്ചു. റാന്നി അങ്ങാടിക്കൽ സ്വദേശി ലിനുമോളാണ് മരിച്ചത്. അപകടത്തിൽ ഭർത്താവിന് സാരമായി പരിക്കേറ്റു. ബസ് സ്കൂട്ടറിനെ മറികടക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു. കൊല്ലം കൂട്ടിക്കടയിൽ ട്രെയിനിൽ നിന്നും വീണ അന്യസംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം. കൂട്ടിക്കട റെയിൽവേ ക്രോസിന് സമീപത്തായിരുന്നു സംഭവം. കൊല്ലത്ത് നിന്നും കന്യാകുമാരിയിലേക്ക് പോയ ട്രെയിനിൽ നിന്നുമാണ് ഇയാൾ വീണത്. ഇരവിപുരം പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു.
സംസ്ഥാനത്ത് 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. തെക്കൻ കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നാളെ മലപ്പുറം, വയനാട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും സാധ്യത. കാസർഗോഡ് മടക്കരയിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ മയക്കുമരുന്നുമായി ഒരാൾ പിടിയിൽ. ഇയാളിൽ നിന്നും 700 ഗ്രാം കഞ്ചാവ് കണ്ടെത്തി. പിടിയിലായത് ഒറീസ സ്വദേശി പത്മലോചൻ ഗിരി. എറണാകുളം കുന്നക്കുരുടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിന് സമീപത്ത് കടയിൽ കണ്ടെത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സ്കൂൾ വിദ്യാർത്ഥികൾക്കടക്കം പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താറുണ്ടെന്ന് നാട്ടുകാർ. സംഭവത്തിൽ പട്ടിമറ്റ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരത്ത് കാപ്പ കേസ് ഉൾപ്പെടെ 23ഓളം കേസുകളിലെ പ്രതിയായ യുവാവ് MDMAയും കഞ്ചാവുമായി പിടിയിൽ. പിടിയിലായത് മലയൻകീഴ് സ്വദേശി അർജുൻ. 45 ഗ്രാം MDMAയും 52 ഗ്രാം കഞ്ചാവും പ്രതിയിൽ നിന്ന് കണ്ടെടുത്തു. ബംഗളൂരിൽ നിന്നാണ് പ്രതി ലഹരി വസ്തുക്കൾ എത്തിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ എക്സൈസ് എൻഫോഴ്സ്മെന്റിന്റെ മിന്നൽ പരിശോധനയിൽ വിദ്യാർത്ഥിക്ക് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന യുവാവ് പിടിയിൽ. അഞ്ചുമുക്ക് സ്വദേശി സിദ്ധാർത്ഥാണ് പിടിയിലായത്. പ്രതിയിൽ നിന്നും നിരവധി ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തു. ആലപ്പുഴ മാന്നാറിൽ വീട്ടിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 5 ലിറ്റർ ചാരായം കണ്ടെത്തി. മാന്നാർ സ്വദേശി അംബുജാക്ഷിയുടെ വീട്ടിൽ നിന്നാണ് ചാരായം പിടികൂടിയത്. സംഭവത്തിൽ അറസ്റ്റിലായ അംബുജാക്ഷിയെ റിമാൻഡ് ചെയ്തു. കാസർഗോഡ് വിൽപ്പനക്കായി എത്തിച്ച MDMAയുമായി യുവാവ് പിടിയിൽ. പടന്നക്കാട് സ്വദേശി വിഷ്ണുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. ബംഗളൂരുവിൽ നിന്നെത്തിയ വിഷ്ണുവിനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പിടികൂടിയത്. പരിശോധനയിൽ 19 ഗ്രാം MDMA യുവാവിൽ നിന്നും കണ്ടെടുത്തു. കാപ്പ കേസിലെ പ്രതി കൂടിയാണ് വിഷ്ണു. കൊല്ലത്ത് 50 ഗ്രാം MDMAയുമായി പിടിയിലായ യുവതിയുടെ സ്വകാര്യ ഭാഗത്തു നിന്ന് വീണ്ടും MDMA കണ്ടെത്തി. മെഡിക്കൽ പരിശോധനയ്ക്കിടെയാണ് സ്വകാര്യ ഭാഗത്തു നിന്നും 40.45 ഗ്രാം MDMA കണ്ടെത്തിയത്. അഞ്ചാലുമൂട് സ്വദേശി അനില രവീന്ദ്രനിൽ നിന്നാണ് ആകെ 90.45 ഗ്രാം MDMA പോലീസ് കണ്ടെത്തിയത്. ബംഗളൂരുവിൽ നിന്നാണ് യുവതി MDMA എത്തിച്ചത്. കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവ് MDMA വിഴുങ്ങിയതിൽ സ്ഥിരീകരണം. യുവാവിന്റെ വയറ്റിൽ നിന്ന് MDMA കണ്ടെത്തി. അരയേറ്റും ചാലിൽ സ്വദേശി ഫായിസ് കഴിഞ്ഞ ദിവസം MDMA വിഴുങ്ങിയെന്ന സംശയത്തിൽ നടത്തിയ സ്കാനിങ്ങിലാണ് MDMA കണ്ടെത്തിയത്. ഫായിസ് ഇന്നലെയാണ് അറസ്റ്റിലായത്. തൃശൂരിൽ രാസലഹരിയും കഞ്ചാവുമായി പിടികൂടിയ സംഘത്തിൽ നിന്നും രക്ഷപ്പെട്ട 2 പേർ പിടിയിൽ. മനക്കുടി സ്വദേശി ആൽവിൻ, പുലഴി സ്വദേശി അബിൻ ടോണി എന്നിവരെയാണ് നെടുമ്പുഴ പോലീസ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടിയത്. കേസിൽ 3 പേരെ നേരത്തെ പിടികൂടി. ലഹരിയുടെ വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ ലഹരിക്കെതിരെ പ്രാദേശിക സംഘടനകളുടെ പങ്കാളിത്തത്തോടെ 1 വർഷം നീളുന്ന സമഗ്ര പദ്ധതിയുമായി കൊച്ചി സിറ്റി പോലീസ് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിനൊപ്പം സ്ഥിരം പ്രതിരോധ സംവിധാനം ഒരുക്കുകയാണ് ലക്ഷ്യം. തൃശൂർ കൊടുങ്ങല്ലൂരിൽ വാഹന പരിശോധനയ്ക്കിടയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും പോലീസ് ജീപ്പിന്റെ ചില്ല് തകർക്കുകയും ചെയ്തു. സംഭവത്തിൽ പൊയ്യ സ്വദേശി രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം കടപ്ലാമറ്റം വയലായിൽ പോലീസുകാർക്ക് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ 3 പോലീസുകാർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ 6 പേർ പിടിയിൽ. 6-അംഗ സംഘം ലഹരി ഉപയോഗിച്ച ശേഷം ബഹളം വെക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ പോലീസുകാരെയാണ് സംഘം ആക്രമിച്ചത്. തിരുവനന്തപുരം കുറ്റിച്ചലിൽ ലഹരി മാഫിയ സംഘങ്ങൾ വ്യാപാരിയെ ആക്രമിച്ച് 1,62,000 രൂപ കവർന്നു. കുറ്റിച്ചലിൽ പ്രവർത്തിക്കുന്ന അഖില ട്രേഡേഴ്സിന്റെയും VN ഓഡിറ്റോറിയത്തിന്റെയും ഉടമ വിശ്വംഭരനെയാണ് സ്കൂട്ടറിൽ 3-അംഗ സംഘം ആക്രമിച്ച് പണം കവർന്നത്. സംഭവത്തിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ. കോഴിക്കോട് 12 വയസ്സുകാരന് തുണിക്കട ജീവനക്കാരന്റെ മർദ്ദനം. തൊട്ടിൽപ്പാലത്തെ കടയിൽ വസ്ത്രം മാറിയെടുക്കാനെത്തിയപ്പോഴാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ തുണിക്കട ജീവനക്കാരൻ അശ്വന്ത് പിടി. തിരുവനന്തപുരം ഇളവട്ടത്തെ യുവാവിനെ കാട്ടുപന്നി ആക്രമിച്ചു. ഇളവട്ടം നീർപ്പാർ സ്വദേശി വിനീതിനെയാണ് പരിക്കേറ്റത്. ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് കാട്ടുപന്നി ആക്രമിച്ചത്. മുഖത്തും കാലിലും പരിക്കേറ്റ യുവാവ് പാലോട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ. കോട്ടയം മുണ്ടക്കയം ടൗണിൽ പുലിയെ കണ്ടതായി പ്രദേശവാസികൾ. പുലർച്ചെ മുണ്ടക്കയം പെങ്ങാനായിൽ സ്കൂളിന് സമീപത്ത് ദേശീയപാത മുറിച്ചു കടന്നു പോകുന്ന പുലിയെയാണ്
പ്രദേശവാസികൾ കണ്ടത് സ്ഥലത്തുനിന്ന് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ തിരച്ചിൽ തുടരുന്നു. ഇടുക്കി മൂന്നാറിൽ കാലിന് പരിക്കേറ്റ നിലയിൽ കാണപ്പെട്ട ഒറ്റക്കൊമ്പന് ചികിത്സ ലഭ്യമാക്കാതെ വനംവകുപ്പ്. കല്ലാർ മാലിന്യ പ്ലാന്റിൽ മറ്റൊരു ആനക്കുട്ടിക്കൊപ്പം എത്തിയ ആന മുടന്തിയാണ് നടക്കുന്നത്. ആന പൂർണ്ണ ആരോഗ്യവാനാണെന്ന് കഴിഞ്ഞ ദിവസം വിദഗ്ധ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഫെബ്രുവരി ആദ്യവാരമാണ് പടയപ്പയുമായുള്ള ഏറ്റുമുട്ടലിൽ ഒറ്റക്കൊമ്പന് പരിക്കേറ്റത്. തൃശൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയ 3 പേർ അറസ്റ്റിൽ. തളിക്കുളം സ്വദേശി അബ്ദുൾ കരീമിന്റെ വീട്ടിലാണ് ആക്രമണം നടന്നത്. അബ്ദുൾ കരീമിനായി ഉണ്ടായ വിരോധമാണ് ആക്രമണത്തിന് കാരണം. സംഭവത്തിൽ സൂരജ്, രാഹുൽ, വൈശാഖ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തൃശൂരിൽ ഇരട്ട സഹോദരങ്ങൾക്കെതിരെ കാപ്പ് ചുമത്തി. മണ്ണൂത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 10ഓളം കേസിൽ ശിക്ഷിക്കപ്പെട്ട മൂർക്കനിക്കര സ്വദേശികളായ ബ്രഹ്മജിത്ത്, വിഷ്ണുജിത്ത് എന്നിവർക്കെതിരെയാണ് കാപ്പ് ചുമത്തി നിയമ നടപടികൾ സ്വീകരിച്ചത്. 1 വർഷത്തേക്കാണ് കാപ്പ നിയമ നടപടി സ്വീകരിച്ചത്. തൃശൂർ പുതുക്കാട് വ്യാജരേഖകൾ തയ്യാറാക്കി ലക്ഷങ്ങൾ തട്ടിയ കേസിലെ പ്രതി റിമാൻഡിൽ. ഒല്ലൂർ സ്വദേശി ഷാരോണിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാഹന ലോൺ സെറ്റിൽമെന്റ് ചെയ്തു തരാമെന്ന് വിശ്വസിച്ചാണ് കണ്ണമ്പത്തൂർ സ്വദേശിയിൽ നിന്നും 2.4 ലക്ഷം രൂപ ഇയാൾ തട്ടിയെടുത്തത്. തൃശൂർ വരന്തരപ്പള്ളിയിൽ ഓൺലൈൻ തട്ടിപ്പിലൂടെ പണം തട്ടിയ 3 അംഗ സംഘം റിമാൻഡിൽ. മണ്ണംപേട്ട സ്വദേശി ഷിറ്റോയുടെ പരാതിയിലാണ് മുഹമ്മദ് ഷാഫി, മുഹമ്മദ് റാഫി, അബ്ദുൽ ഗഫൂർ എന്നിവരെ വരന്തരപ്പള്ളി പോലീസ് പിടികൂടിയത്. പ്രതികൾ വയനാട്ടിലുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതനുസരിച്ചാണ് പോലീസ് ഇവരെ പിടികൂടിയത്. തൃശൂർ കൊണ്ടാഴി തൃത്തം തളി ശിവപാർവതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ വിഷ്ണു ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ചാണ് കവർച്ച നടത്തിയത്. കൂടാതെ തൂക്കുവിളക്കുകളും മറ്റും ഉൾപ്പെടെ 50,000 രൂപയുടെ ക്ഷേത്ര സാമഗ്രികൾ മോഷണം പോയതായി ഭാരവാഹികൾ പറയുന്നു. ഇന്നലെ രാത്രിയാണ് മോഷണം നടന്നത്. പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ലോക്സഭാ മണ്ഡലത്തിലെ പുനർനിർണയത്തിൽ രാഷ്ട്രപതിയെ കണ്ട് നിവേദനം നൽകാൻ തമിഴ്നാട് വിളിച്ച സംയുക്ത കർമ്മസമിതി യോഗത്തിൽ തീരുമാനം. മുഖ്യമന്ത്രിമാരും പാർട്ടി പ്രതിനിധികളും ഒന്നിച്ച് രാഷ്ട്രപതിയെ കാണും. പാർലമെന്റിലും യോജിച്ച് നീങ്ങാനായി ഇതിനായി എംപിമാരുടെ കോർ കമ്മിറ്റി രൂപീകരിക്കാനും യോഗത്തിൽ തീരുമാനം. ഫ്രാൻസിസ് മാർപ്പാപ്പ നാളെ വിശ്വാസികൾക്ക് മുന്നിലെത്തും. റോമിലെ ജെമല്ലി ആശുപത്രിയുടെ മട്ടുപാവിൽ ജാലകത്തിൽ പോപ്പ് വിശ്വാസ സമൂഹത്തെ അഭിവാദ്യം ചെയ്യും. പ്രാദേശിക സമയം 12 മണിക്ക് പോപ്പ് വിശ്വാസികളെ കാണുമെന്നാണ് വത്തിക്കാൻ. ഗാസയിലെ കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചടക്കാൻ ഇസ്രയേൽ. പ്രതിരോധ മന്ത്രിയുടെ ഉത്തരവ്. തടവിലാക്കപ്പെട്ട ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസയിലെ കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. ചൊവ്വാഴ്ച ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതോടെ ഗാസയിൽ കരവ്യോമാക്രമണം നടക്കുകയാണ്. ഇതുവരെ 600ഓളം പേർ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതെന്നാണ് വിവരം. തുടരുന്നു. തൃശൂർ കൊടകരയിൽ ശുചീകരണം നടത്തിയ പൊതുയിടങ്ങളിൽ മാലിന്യം നിക്ഷേപിച്ചതിന് പിഴ ചുമത്തി കൊടകര പഞ്ചായത്ത്. മാലിന്യത്തിൽ നിന്നും ലഭിച്ച രേഖകൾ അനുസരിച്ചാണ് വ്യാപാര സ്ഥാപനത്തിന് പിഴ ചുമത്തിയത്. തുടർന്നും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി. കണ്ണൂർ അഴീക്കോട് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. കുട്ടികൾക്ക് നീന്തൽ പരിശീലന സർട്ടിഫിക്കറ്റും ക്രിക്കറ്റ് ജേഴ്സിയും വിതരണം ചെയ്തു. ചടങ്ങ് അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജീഷ് കെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും പൊതുസ്ഥല ശുചീകരണം മാലിന്യമുക്ത നവകേരള പരിപാടിയുടെ ഭാഗമായാണ് പഞ്ചായത്ത് തലത്തിൽ പൊതുസ്ഥല ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളിലും ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ അജൈവ മാലിന്യ ശേഖരണം നടക്കുന്നുണ്ട്. ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളും പഞ്ചായത്തുകൾ ഏർപ്പെടുത്തുന്നുണ്ടെന്ന് ശുചിത്വ മിഷൻ അറിയിച്ചു. വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഡോൺ ബോസ്കോ കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെയും സൈറ്റ് വയനാടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വയോജന സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു. 100ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. സംഗീത വിരുന്നിനും വിവിധ കലാപരിപാടികൾക്കും ശേഷം സ്നേഹവിരുന്നും സമ്മാനദാനവും നടത്തി. EMS AKG ദിനാചരണത്തിന്റെ ഭാഗമായി CPIM മലപ്പുറം വളഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളമംഗലം മനക്കൽ കുളം ശുചീകരണത്തിന് തുടക്കം കുറിച്ചു. സീറോ വേസ്റ്റ് ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന ശുചീകരണം നാളെയും തുടരും. CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം VP സക്കറിയ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം മമ്പാട് ഓടായിക്കലിൽ കോഴി വേസ്റ്റുമായി വന്ന ലോറികൾ നാട്ടുകാർ തടഞ്ഞു.
കരുക്കാട്ടുമണ്ണിയിൽ പ്രവർത്തിക്കുന്ന ബീച്ച് സ്റ്റോൺ കമ്പനിയിലേക്കാണ് കോഴി വേസ്റ്റുകൾ കൊണ്ടുവന്നത്. രാത്രിയിൽ 8ഓളം ലോറികളിലായാണ് കോഴി വേസ്റ്റുകൾ എത്തിച്ചത്. പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ കമ്പനിയുടെ പ്രവർത്തനം 2 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി. തൃശൂരിൽ മാലിന്യമുക്ത നവകേരളം സീറോ വേസ്റ്റ് ക്യാമ്പയിൻ മെഗാ ശുചീകരണ യജ്ഞത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സൈമൺ തെക്കത്ത് നിർവഹിച്ചു. വഗേസ് വ്യാപാരി വ്യവസായി സമിതി, ഹരിതകർമ്മസേന, കുടുംബശ്രീ, തൊഴിലുറപ്പ് ആശാ വർക്കർമാർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ കാഞ്ഞാണിയിൽ 24 മണിക്കൂറും സൗജന്യ ആംബുലൻസ് സേവനം നടത്തുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമായ ആക്സിന്റെ 18ാമത് ബ്രാഞ്ച് കാഞ്ഞാണിയിൽ ആരംഭിച്ചു. ആക്സ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനവും ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫും ഈ മാസം 23-ന് നടക്കുമെന്ന് ആക്സ് കാഞ്ഞാണി ബ്രാഞ്ച് മെമ്പർമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആക്സ് ജനറൽ സെക്രട്ടറിയും തൃശൂർ കോർപ്പറേഷൻ മേയറുമായ MK വർഗീസ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ നവീകരിക്കുന്ന ജില്ലാ സാമൂഹിക നീതി ഓഫീസിന്റെ ഉദ്ഘാടനം സാമൂഹിക നീതിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും നിർവഹിച്ചു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ, MLA-മാരായ എ കുഞ്ഞമ്പു, NA നെല്ലിക്കുന്ന്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. മാലിങ്കര SNMT എഞ്ചിനീയറിംഗ് കോളേജിലെ ആന്റി നർക്കോട്ടിക് ക്ലബ്ബ് കർമ്മ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ഡോക്ടർ P ആത്മറാം അധ്യക്ഷത വഹിച്ച ചടങ്ങ് എറണാകുളം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ TM മജു ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരുവനന്തപുരം പൂവച്ചൽ കമ്മിറ്റി കുടുംബസംഗമം സംഘടിപ്പിച്ചു. കട്ടക്കോട് തങ്കച്ചന്റെ ഭവനത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. പാർട്ടി പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരിക്കെതിരെ ലഹരി വിരുദ്ധ ജനകീയ റാലി സംഘടിപ്പിച്ചു. ജനകീയ കമ്മിറ്റി റാലിയിൽ 250ഓളം പേർ പങ്കെടുത്തു. എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ലഹരി മാഫിയക്കെതിരെ പ്രവർത്തിക്കുമെന്നും അത്തരം പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും തീരുമാനം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ നേതൃത്വത്തിൽ ദേവികുളം ജോയിന്റ് RT ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് സാൻഡോ അടിമാലി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വളാഞ്ചേരിയിൽ മുസ്ലിം ലീഗ് പുറമണ്ണൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ നാടൊരുമിക്കാമെന്ന പ്രമേയത്തിൽ ബോധവൽക്കരണവും സാമൂഹ്യ നോമ്പുതുറയും സംഘടിപ്പിച്ചു. പുറമണ്ണൂർ സൈൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി സലീം കരുവമ്പലം ഉദ്ഘാടനം ചെയ്തു. തൃശൂരിലെ മണലൂർ ഗ്രാമപഞ്ചായത്ത് വിളർച്ച രോഗബാധിതയായ സ്ത്രീകൾക്ക് പോഷകാഹാര കിറ്റ് വിതരണം ചെയ്തു. ICDSന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുത്ത 400 പേർക്കാണ് കിറ്റ് നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വെങ്കിടങ്ങിൽ KTU മണലൂർ ഏരിയ വനിതാ കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ബിന്ദു പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം സിജി മോഹൻദാസ് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ മാസ്റ്റർ, ജില്ലാ കമ്മിറ്റി അംഗം PK അരവിന്ദൻ, ഷീല ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ അഴീക്കോട് കടലിൽ നിന്ന് അവശനിലയിൽ ലഭിച്ച കടൽപക്ഷിക്ക് കരയിനത്തിൽ വിദഗ്ധ ചികിത്സ നൽകി. 35 നോട്ടിക്കൽ മൈൽ അകലെ വലയിടുകയായിരുന്ന വള്ളക്കാർക്കാണ് മസ്ക് ബൂബി എന്ന ഇനത്തിൽപ്പെട്ട പക്ഷിയെ കഴിഞ്ഞ ദിവസം ലഭിച്ചത്. ആരോഗ്യം വീണ്ടെടുത്ത ശേഷം പക്ഷിയെ കടലിൽ വിട്ടയക്കുമെന്ന് വനം വകുപ്പിന്റെ റെസ്ക്യൂ. മലപ്പുറം എടവണ്ണ സീതി ഹാജി സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിയമ ശില്പശാല നടത്തി. പരിപാടി സംഘടിപ്പിച്ചത് എൻ്റെ വിദ്യാലയം പ്രശാന്ത വിദ്യാലയം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി റിസോഴ്സ് പേഴ്സണൽ അഡ്വക്കേറ്റ് സ്നേഹ GR ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് മുക്കം നഗരസഭ വയോജനങ്ങൾക്കായുള്ള കട്ടിലുകൾ വിതരണം ചെയ്തു. 54 പട്ടികജാതി ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ കട്ടിൽ വിതരണം ചെയ്തത്. 6.5 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കട്ടിൽ വിതരണം നഗരസഭാ ചെയർമാൻ PT ബാബു ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ കൈനക്കരി സെന്റ് മേരീസ് LP സ്കൂളിൽ പഠനോത്സവം പരിപാടി സംഘടിപ്പിച്ചു. ശലഭം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കൈനക്കരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കുട്ടികൾക്ക് കാവ്യോത്സവം എന്ന പേരിൽ തയ്യാറാക്കിയ കവിതാ പുസ്തകവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. മലപ്പുറം എടവണ്ണയിൽ പത്തപ്പിരിയം വായനശാല
ഓട്ടോ തൊഴിലാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. മുൻ വർഷങ്ങളിലും തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തിയിരുന്നു. സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ പങ്കെടുത്തു. തിരുവനന്തപുരം വെള്ളനാട് ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വെള്ളനാട് ശ്രീകണ്ഠൻ അവതരിപ്പിച്ചു. വിദ്യാഭ്യാസം, കായികം, മൃഗസംരക്ഷണം, വയോജന പദ്ധതികൾ, ബാലസൗഹൃദം, കുടുംബശ്രീ, ആരോഗ്യം, പൊതുമരാമത്ത്, കുടിവെള്ളം, മാലിന്യ സംസ്കരണം എന്നീ മേഖലകളിൽ പഞ്ചായത്ത് മികച്ച പ്രകടനം നടത്തിയെന്ന് റിപ്പോർട്ട്. തൃശൂർ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറേ പത്മനാഭൻ നമ്പൂതിരിപ്പാടിനെ ആദരിച്ചു. പെരിങ്ങോട്ടുകര സ്റ്റഡി സെന്റർ കൾച്ചർ ആൻഡ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചെയർമാൻ ആന്റോ തൊറയലാണ് പൊന്നാട അണിയിച്ചത്. മൊമന്റോ നൽകിയതും ആദരിച്ചത്. സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ചിന്നക്കനാൽ ചെമ്പകത്തൊഴുക്കുടി ശിവപാർവതി അമ്മൻ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി മണ്ഡല പൂജ നടന്നു. 48 ദിവസം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മണ്ഡല പൂജ നടന്നത്. ക്ഷേത്രം തന്ത്രി ആത്മാനന്ദയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജാകർമ്മങ്ങൾ നടന്നത്. തൃശൂർ മണലൂർ ഗവൺമെന്റ് ITI യൂണിയൻ ആർട്സ് ഫെസ്റ്റ് റഫ്ക 2025 സംഘടിപ്പിച്ചു. പരിപാടി പ്രശസ്ത സിനിമാ നാടക സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചെയർമാൻ അദ്വൈത് PK അധ്യക്ഷൻ. തിരുവനന്തപുരം നെടുമങ്ങാട് ലോക ഹാപ്പിനെസ് ദിനത്തോടനുബന്ധിച്ച് പഴമയും പുതുമയും തലമുറ സംഗമം സംഘടിപ്പിച്ചു. കുടുംബശ്രീയും ജില്ലാ മിഷനും നെടുമങ്ങാട് നഗരസഭ കുടുംബശ്രീ CDSഉം സംയുക്തമായാണ് സംഗമം സംഘടിപ്പിച്ചത്. ടൗൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ CS ശ്രീജ ഉദ്ഘാടനം ചെയ്തു. കാർത്തിക് സുബ്ബരാജിന്റെ സംവിധാനത്തിൽ സൂര്യ നായകനാകുന്ന ചിത്രം റെട്രോയുടെ പുതിയ ഗാനം പുറത്ത്. കണിമ എന്ന പേരിൽ ഇറങ്ങിയിരിക്കുന്ന ഗാനത്തിന് സന്തോഷ് നാരായണനാണ് സംഗീതം. സൂര്യയുടെ 44ാം ചിത്രമായാണ് റെട്രോ ഒരുങ്ങുന്നത്. മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി ഒരുക്കിയ തുടരും എന്ന ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായി. UA സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് സെൻസർ ബോർഡിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. 2 മണിക്കൂർ 46 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. സെൻസറിംഗ് പൂർത്തിയായതിന് പിന്നാലെ സിനിമയിലെ പുതിയ ഗാനം പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ടൊവിനോ തോമസിനെ നായകനാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം നരിവേട്ടയുടെ ആദ്യ ക്യാരക്ടർ പോസ്റ്റർ റിലീസ് ചെയ്തു. സുരാജ് വെഞ്ഞാറമൂടിന്റെ ക്യാരക്ടർ ലുക്കാണ് റിലീസ് ചെയ്തത്. ബഷീർ മുഹമ്മദ് എന്ന പോലീസ് കഥാപാത്രമായാണ് സുരാജ് നരിവേട്ടയിലെത്തുക. അബിൻ ജോസഫ് തിരക്കഥ രചിച്ച ചിത്രത്തിന്റെ ചിത്രീകരണം ജനുവരിയിലാണ് പൂർത്തിയായത്. അക്ഷയ് കുമാർ നായകനായി ഈ വർഷം തിയേറ്ററിലെത്തിയ ചിത്രം സ്കൈഫോഴ്സ് OTTയിൽ ആമസോൺ പ്രൈം വീഡിയോയിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചത്. സന്ദീപ് കെവ്ലാനിയും അഭിഷേക് കപൂറും സംവിധാനം ചെയ്ത ചിത്രത്തിൽ സാറ അലി ഖാൻ പ്രധാന വേഷത്തിലെത്തിയിരുന്നു. ഭാവനയുടെ തമിഴ് ചിത്രം ദി ഡോറിന്റെ സെൻസറിംഗ് പൂർത്തിയായി. ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ഭാവനയുടെ സഹോദരൻ ജയദേവ് സംവിധാനം ചെയ്യുന്ന ചിത്രം ജൂൺ ഡ്രീം സ്റ്റുഡിയോസിന്റെ ബാനറിൽ നവീൻ രാജനാണ് നിർമ്മിക്കുന്നത്. മാർച്ച് 28-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഉറുഗ്വേക്കെതിരെ അർജന്റീനയ്ക്ക് ഉജ്ജ്വല വിജയം. എതിരില്ലാത്ത ഒരു ഗോളിനാണ് അർജന്റീനയുടെ ജയം. പരിക്കിനെ തുടർന്ന് ക്യാപ്റ്റൻ മെസ്സി ഇല്ലാതെയാണ് അർജന്റീനയുടെ ടീം കളത്തിലിറങ്ങിയത്. മത്സരത്തിന്റെ 68-ാം മിനിറ്റിൽ യുവതാരം തിയാഗോ അൽമാണ്ടയാണ് അർജന്റീനയ്ക്കായി വിജയ ഗോൾ നേടിയത്. ഇതിവേഗ വാർത്തകൾ പൂർണ്ണമാകുന്നു.